പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവകാശികളുടെ 1-ാം അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. 1971 മുതൽ 75 വരെയാണ് വിലാസിനി ഈ നോവൽ എഴുതാനെടുത്തത്. ആ കാലഘട്ടത്തിൽ തന്നെ മലേഷ്യൻ ജീവിതം അത്യന്താധുനികമായിരുന്നു. നമ്മൾ കണ്ട ജിം ഹോപ്പ്മാൻ എന്ന അമേരിക്കൻ ഹിപ്പി ഒടുങ്ങാത്ത ധനാർത്ഥിയും ഹിംസയും കണ്ടും മടുത്ത് ഹിപ്പിസത്തിലേക്ക് തിരിഞ്ഞ ഒരു യുവതയുടെ പ്രതിനിധിയാണ്. എല്ലാ അതിരുകളും വിട്ട് ഡ്രഗ്സിലും സെക്സിലും മുഴുകി സ്വാതന്ത്ര്യം നേടാമെന്ന് കരുതിയ ഒരു കൂട്ടം യുവജനങ്ങൾ ഒടുവിൽ എല്ലാം മടുത്ത് ആത്മപരിവർത്തനത്തിനായി ആ നാട് വിടുകയാണ് ജിം. അമേരിക്കയിലെയും ഫ്രാൻസിലെയും ആ കാലഘട്ടത്തിലേക്ക് വിലാസിനി എന്ന MK മേനോൻ നമ്മളെ ഈ പേജുകളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ നോവലിലുടനീളം നമുക്കിത് കാണാവുന്നതാണ്. അടിസ്ഥാനപരമായി വളരെ നല്ലവനാണ് ജിം. രാജിയുടെ ശ്രീമാമയുടെ സുഹൃത്തിൻ്റെ മകനാണ് ജിം ഹോപ്പ്മാൻ. അതുകൊണ്ടാണ് ജിം മലേഷ്യയിലെത്തുമ്പോൾ അവരുമായി അടുപ്പത്തിലാകുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ രാജിയുടെ അനുപമമായ സൗന്ദര്യവും കുലീനതയും ജിമ്മിനെ കൊളുത്തി വലിക്കുന്നുണ്ട്. വായിക്കാം. അല്പം ഉന്മേഷക്കുറവ് തോന്നി. കോണി ഇറങ്ങി താഴെ എത്തുമ്പോൾ രാജിയെ കാണുമെന്ന് പ്രതീക്ഷിച്ചു. അവളോടൊപ്പം കാറിൽ പപ്പാഡോക്കിൻ്റെ വീട് വരെ പോകാമെന്ന് ആശിച്ചു. പക്ഷേ സിറ്റിംഗ് റൂം ശൂന്യമായിരുന്നു. പരവതാനിയിൽ ഒരു വാക്വം ക്ലീനർ മാത്രം തല കുത്തി നിന്ന് തപസ് ചെയ്യുന്നുണ്ട്. പുറത്തു കടന്ന് ചവിട്ടുകല്ലിന്മേൽ ഒരു നിമിഷം കാത്തുനിന്നു. ആരുടെയും കാൽപ്പെരുമാറ്റം കേൾക്കാനില്ല. പോർച്ചിൽ ഗ്രാൻഡ്ബാക്കുറുപ്പിൻ്റെ മേഴ്സിഡസ് 300 നീണ്ടു നിവർന്നു കിടക്കുന്നു. ആനക്കൊമ്പിൻ്റെ നിറം. 3-4 കൊല്ലത്തെ പഴക്കമുണ്ടെങ്കിലും പുതിയതുപോലെ തിളങ്ങുന്നു. മുത്തുവിൻ്റെ ശുശ്രൂഷയുടെ ഫലം. അയാളെയും കാണാനില്ല. പിറകിലായിരിക്കാം. എങ്കിൽ മിസ് രാജേശ്വരി രാജി ഉടനെ പുറത്തിറങ്ങുന്നുണ്ടാവില്ലെന്നർത്ഥം. തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കും. അത് ആലോചിക്കുമ്പോൾ പിന്നെയും ഒരു മ്ലാനത. വിചിത്രം തന്നെ. പരിചയപ്പെട്ടിട്ട് ഒരാഴ്ചയായിട്ടില്ല. 1-2 തവണ മാത്രമാണ് കണ്ടിട്ടുള്ളത്. 5 നിമിഷം തികച്ചും വർത്തമാനം പറഞ്ഞത് ഇപ്പോൾ മാത്രമാണ്. എന്നിട്ടും അവളെക്കുറിച്ച് ആലോചിച്ചു പോകുന്നു. താൻ എന്തൊരു വിഡ്ഢി. ശരിയാണ്, അമേരിക്കയിലാണെങ്കിൽ ഇത്രയും മതി ഒരു ഡേറ്റ് സമ്പാദിക്കാൻ. ഹിപ്പി സാമ്രാജ്യത്തിലാണെങ്കിൽ അത്രയും തന്നെയും വേണ്ട. തോളത്തൊന്ന് തൊട്ടാൽ മതി, കൂടെ വരും. പക്ഷേ ഇത് അമേരിക്കയല്ല, ഹെയ്റ്റ് ആഷ്ബറി അല്ല, ഇത് ഏഷ്യയാണ്. ഇവിടുത്തെ ജീവിതം വ്യത്യസ്തമാണ്. ഇവിടെയുള്ളവർ ധാർമ്മിക മൂല്യങ്ങളും സന്മാർഗബോധവും നിശേഷം കളഞ്ഞു കുളിച്ചിട്ടില്ല. പോരെങ്കിൽ രാജി ഇന്ത്യക്കാരിയാണ്. പതിവ്രതമാരുടെയും പതിദേവതമാരുടെയും വംശക്കാരിയാണ്. അവളെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കുകയേ അരുത്. അവളുടെയും തൻ്റെയും ലോകം രണ്ടാണ് എന്നല്ല, അവളുടെ ലോകത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനാണ് നാടും വീടും വിട്ട് ഇത്രയും ദൂരം വന്നത്. എന്നിട്ട് തൻ്റെ ലോകത്തിൻ്റെ മൂല്യങ്ങൾ അവളിൽ കാണാൻ ശ്രമിക്കുന്നത് അപഹാസ്യമല്ലേ? ചവിട്ടുകല്ലിറങ്ങി നടവഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അറിയാതെ ബാൽക്കണിയിലേക്ക് നോക്കിപ്പോയി. ജാള്യതയോടെ കണ്ണ് പിൻവലിച്ചു. എത്രയായാലും ദുർവാസന തല പൊക്കുന്നു. പാടില്ല, അനുവദിക്കാൻ പാടില്ല. വേഗം നടന്നു. ഗേറ്റ് തുറന്ന് വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ കീശയിൽ കൈയിട്ടു. ഓ ഇല്ലല്ലോ, അശോകന്റെ കൈവശം കാണുമായിരിക്കും. സുജാക്ക് വാക്കു പാലിച്ചില്ല. ഇന്നലെ എത്തിച്ചു തരാമെന്ന് ഏറ്റിരുന്നതാണ്. ഒരു പക്ഷേ കിട്ടിയില്ലായിരിക്കും. വഴിയിൽ കിടന്ന ഒരു പഴത്തോട് റബ്ബർ ചെരുപ്പിട്ട കാലുകൊണ്ടൊരു തട്ടുകൊടുത്തു. നിറയെ മുള്ളുള്ള ചുവന്ന തോട്. ആമോയ് തെരുവിൽ വിൽക്കാൻ വെച്ച് കണ്ടിട്ടുണ്ട്. തിന്നു നോക്കിയിട്ടില്ല. ധൈര്യം വന്നില്ല. ഏത് പഴം കണ്ടാലും തിന്നുന്ന കാലം പോയി. അതിനൊരറുതി വരുത്തിയത് മെർലിനാണ്. അതൊരത്ഭുതമായിരുന്നു. പുല്ല് കണ്ടയിടം മേയുകയും തൊഴുത്ത് കണ്ടയിടം മുളയുകയുമായിരുന്നു പതിവ്. ആദർശവും അതായിരുന്നു. ശാശ്വതമായ ബന്ധം പാടില്ല. സ്ഥിരമായ സ്ത്രീ പുരുഷ പ്രേമം അസംബന്ധമാണ്. പ്രേമമെന്ന ആശയത്തെ ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യം. അതിനെ ലൈംഗിക സ്നേഹത്തിൻ്റെ ഇടുങ്ങിയ ചാലിലേക്ക് തിരിച്ചു വിടരുത്. അത് അപകടമാണ്. ആത്മാവിൻ്റെ ചേതനയുടെ സ്വതന്ത്രമായ വികാസത്തിന് തടസ്സമായി തീരും. മെർലിനുമായി അടുത്തപ്പോൾ സംഭവിച്ചത് അതാണ്.
അതേവരെ പക്ഷിയെപ്പോലെ സ്വതന്ത്രനായിരുന്നു. കിട്ടിയത് ഭക്ഷിക്കുക, ചെന്നെത്തിയെടുത്ത് താവളം അടിക്കുക, തോന്നിയത് ചെയ്യുക, അല്ലെങ്കിൽ അലസമായി ഉറക്കം തൂങ്ങി ഇരിക്കുക. ലോകത്തോളം വിശാലമായിരുന്നു ജീവിതം, പ്രപഞ്ചത്തോളം വിസ്തൃതമായിരുന്നു മനസ്സ്. അവളുമായി പ്രത്യേക ബന്ധം സ്ഥാപിച്ചപ്പോൾ ചുറ്റുപാടുകളുടെ വൃത്തം ചുരുങ്ങിയതായി തോന്നി. മുറുകി മുറുകി വരുന്ന ഊരാക്കുടുക്ക് പോലെ മുൻപില്ലാതിരുന്ന സങ്കോചങ്ങളും കോച്ചലുകളും അനുഭവപ്പെട്ടു. സ്വാർത്ഥബോധം ഉള്ളിലുദിച്ചു. മാന്യതയെക്കുറിച്ച് പോലും ചിന്തിച്ചു. കൂട്ടുകാർ താക്കീത് ചെയ്തു. വാച്ച് ഇറ്റ് മാൻ, യു ആർ ബിക്കമിങ് എ സ്ക്വയർ. ചുണ്ടുകോട്ടി പുച്ഛത്തോടെയുള്ള ആ ചീറൽ അസഖ്യമായിരുന്നു. അവർ പറഞ്ഞത് സത്യമായിരുന്നതുകൊണ്ട് കൂടുതൽ വേദന തോന്നി. പുണ്ണിൽ തന്നെയാണ് അമ്പുകൾ വന്നു കൊണ്ടത്. അതെ, മെർലിനും താനുമായുള്ള ബന്ധം ഹിപ്പി ആദർശങ്ങൾക്ക് നിരക്കുന്നതായിരുന്നില്ല. സ്വാർത്ഥതയുടെ പൊഴിയിൽ തിരിയുന്ന ഇടുങ്ങിയ പഴഞ്ചൻ പ്രേമം തേടിയാണോ ഇവിടെ വന്നത്? അതോ വിശാലവും അതന്ത്രിതവുമായ അനുഭൂതികളിലൂടെ ജീവിതം സാക്ഷാത്കരിക്കാനോ? പഴയ കോട്ടയ്ക്കുള്ളിലെ സുരക്ഷിതത്വത്തിൽ സ്വസ്ഥത തോന്നാഞ്ഞിട്ടല്ലേ പുതിയ വാതിലുകൾ തുറക്കാനൊരുങ്ങിയത്? പുതിയ വാതിലുകൾ, ദ ഡോർസ് ഓഫ് പേഴ്സ്പെക്ഷൻ. ഹക്സ്ലിക്ക് മനസ്സിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തത് ബസ്കാലിനാണ്. തനിക്ക് കഞ്ചാവും. കഞ്ചാവ്, മാരിയുവാന, ഗ്രാസ്, പോട്ട്, ലീഡ്, റോച്ച്. പല പേരുകൾ. പേരിലെന്തിരിക്കുന്നു? ഫലം ഒന്നു തന്നെ. സങ്കോചങ്ങൾ സമസ്തവും അകലുന്നു, വിലങ്ങുകളും തെറിക്കുന്നു. മനസ്സ് അനന്തമായി വികസിക്കുന്നു, വിശുദ്ധി പുണരുന്നു, സത്യം ദർശിക്കുന്നു. ചില്ലറ നേട്ടമാണോ? അതിനുവേണ്ടി ജയിലിൽ കിടന്നാലെന്താ? 4.5 മാസം. ബെർക്ക്ലി ക്യാമ്പസിൽ നിന്ന് നേരിട്ട് ജയിലിലേക്ക്. വാസ്തു തിരിമറിയിലൂടെ പണം കണക്കുകൂട്ടുന്ന അച്ഛൻ്റെ എഴുത്ത്. നീ ഈ കുടുംബത്തിന് തീരാ കളങ്കമാണ്, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അമ്മ എഴുതിയില്ല, അച്ഛനെ പേടിച്ച്. പക്ഷേ സത്യം തെറ്റിക്കാതെ ഒളിച്ചു വന്ന് കണ്ടു. എൻ്റെ പൊന്നുമോനെ, നീ ഇങ്ങനെ തെറ്റായ വഴിക്ക് പോകുന്നതെന്തിനാ? അമ്മയെ കണ്ണീര് കുടിപ്പിക്കുന്നത് എന്തിനാ? ശരിയേത് തെറ്റേതമ്മേ? കന്യാമറിയം കരയുമെന്ന് കരുതി ക്രിസ്തു കുരിശിലേറാതിരുന്നുവോ? അച്ഛൻ്റെ പണപ്പെട്ടി നഷ്ടപ്പെട്ടേക്കുമെന്ന് ഭയന്ന് അസീസിയയിലെ ഫ്രാൻസിസ് പുണ്യവാളൻ വീട്ടിലടങ്ങിയിരുന്നുവോ? അമ്മയുടെ മകനും ആ വഴി പിന്തുടരുന്നു. നിലവിലുള്ള ദുഷിച്ച സമൂഹത്തെ ധിക്കരിക്കുന്നു. പുതിയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അന്വേഷണം നടത്തുന്നു. ആഴ്ചയിലൊരിക്കൽ പള്ളിയിൽ പോയാൽ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടുമെന്ന് കരുതുന്ന അമ്മയ്ക്കിത് മനസ്സിലാവില്ല. സാൽവേഷൻ ആർമിയിലേക്ക് ചില്ലറ സംഖ്യകൾ സംഭാവന ചെയ്ത് മനസ്സമാധാനം വാങ്ങാമെന്ന് മോഹിക്കുന്ന അച്ഛനിത് ദഹിക്കില്ല. ഇതൊരു പുതിയ വഴിയാണ്, പുതിയ തലമുറയ്ക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതല്ല. പോകൂ അമ്മേ, പോകൂ. ഗുഡ് ബൈ അച്ഛാ, ഗുഡ് ബൈ. എല്ലാ വഴക്കങ്ങളോടും യാത്ര പറഞ്ഞ് എല്ലാ വിധത്തിലുള്ള കപടമാന്യതകളുടെ മുടുപ്പുകൾ വലിച്ചെറിഞ്ഞ് മാർക്കറ്റ് സ്ട്രീറ്റിലൂടെ നടന്നു. മാനമുട്ടുന്ന ബാങ്ക് കെട്ടിടങ്ങളെ പിന്നിട്ട് 8 വല പോലെ പടർന്നു കിടക്കുന്ന കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഹെയ്റ്റ് സ്ട്രീറ്റിലേക്ക്. ലിയറിയുടെയും ആൽപർട്ടിൻ്റെയും മുദ്രാവാക്യങ്ങൾ ചെവിയിൽ മുഴങ്ങി. ടേൺ ഓൺ, ട്യൂൺ ഇൻ, ഡ്രോപ്പ് ഔട്ട്. അതെ, അതാണ് തനിക്കുള്ള ഒരേ വഴി. തനിക്കെന്നല്ല, എല്ലാ ചെറുപ്പക്കാർക്കും. അമേരിക്കൻ ജീവിതം ദുഷിച്ചു പോയിരിക്കുന്നു, നാശത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. പണത്തിലും പ്രതാപത്തിലും മാത്രം വിശ്വസിക്കുന്ന മുതിർന്ന തലമുറ ആത്മീയ മൂല്യങ്ങൾ കളഞ്ഞു കുളിച്ചിരിക്കുന്നു. അഥവാ ഫോസ്റ്റിനെ പോലെ ചെകുത്താന് പണയം വെച്ചിരിക്കുന്നു. കൂടുതൽ കൂടുതൽ സമ്പാദിക്കാനുള്ള വെപ്രാളത്തിൽ ജീവിക്കാൻ വിസ്മരിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ അർത്ഥം പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സ്നേഹം അവർക്കറിവില്ലാത്ത ഭാഷയാണ്. അമേരിക്ക ആകെ തന്നെ ആത്മാവില്ലാത്ത ഒരു കങ്കാളമായി തീർന്നിരിക്കുന്നു. അത്തരമൊരു കങ്കാളത്തിനെ അണുകുണ്ടുകൊണ്ട് പന്താടാൻ ധൈര്യം വരൂ. അത്തരമൊരു കങ്കാളത്തിനെ വിയറ്റ്നാമിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കാൻ മനസ്സുവരും. ആ കങ്കാളത്തിന്റെ ആൾത്താരയിൽ അമേരിക്ക യുവത്വം കുരുതി കൊടുക്കപ്പെടുകയാണ്. എന്തിന്? പണപ്പെട്ടി പിന്നെയും വീർപ്പിക്കാൻ, അതിൽ ജനതയുടെ മനസാക്ഷിയിട്ട് പൂട്ടിവെക്കാൻ. അതിനു വഴങ്ങി കൊടുത്തുകൂടാ. അറക്കാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാടുകളിൽ ഒന്നായി തലകുനിച്ചുകൂടാ.
ഹെയ്റ്റ് സ്ട്രീറ്റിലേക്ക് കടന്നപ്പോൾ താൻ അറിയാതെ തന്നെ പുളകം കൊണ്ടു. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചതുപോലെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആരും കാണാതെ കുനിഞ്ഞ് നിലം തൊട്ട് ചുംബിച്ചു. എന്നിട്ട് കമ്പിക്കാലും ചാരി നിന്ന് തെരുവിൽ അങ്ങോളം ഇങ്ങോളം നോക്കി. ഇപ്പോഴും കണ്ണിൽ കാണുന്നു പഴക്കം ചെന്ന തെരുവ്. അസാധാരണമായി ഒന്നുമില്ല. പൊക്കം കുറഞ്ഞ നീണ്ട കെട്ടിടങ്ങളാണ് ഇരുവശത്തും. ഇടയ്ക്ക് മരത്തിൽ പണിത വൃത്തികെട്ട ചെറിയ വീടുകളും പതിവുള്ള പീടികകളുമുണ്ട്. പലചരക്ക്, ഇരുമ്പ് സാമാനങ്ങൾ, ഔഷധശാല, ഒന്നിലേറെ റെസ്റ്റോറൻറ്റുകൾ. എവിടെയും തിരക്കില്ല. ഉച്ചവെയിലത്ത് ഉറക്കം തൂങ്ങിയ മട്ടുണ്ട്. ഇതായിരുന്നില്ല പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് ഉള്ളിലൽപ്പം നിരാശ തന്നെ തോന്നിപ്പോകുന്നു. മുതുകത്തെ നാപ്സാക്ക് ശരിപ്പെടുത്തി നടത്തം തുടരുന്നു. വിശപ്പുണ്ട്. കാലത്ത് തൊട്ടേ പട്ടിണിയാണ്. ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിൽ കയറുന്നു. അകത്ത് തികച്ചും പുതിയൊരു ലോകം. എന്തൊരു തിക്കും തിരക്കുമാണ്. ഒരൊറ്റ മേശയിലെങ്കിലും ഒഴിവില്ല. താടിയും തലയും നീട്ടിയ വിചിത്ര വേഷം ധരിച്ച ചെറുപ്പക്കാരാണ് എമ്പാടും. കറുത്തവരും വെളുത്തവരുമുണ്ട്, ആണും പെണ്ണും. ചിലർ നിന്നുകൊണ്ട് തിന്നുന്നു, ചിലർ അങ്ങിങ്ങ് പാഞ്ഞു നടക്കുന്നു. ചിലർ ചിലരുടെ മടിയിലിരിക്കുന്നു. ചിലരുടെ മടിയിൽ പട്ടികൾ, പൂച്ചകൾ, ആൺകുട്ടികൾ, ഒരു കുരങ്ങനും. കൗണ്ടറിനടുത്ത് എവിടെ നിന്നോ ഉയരുന്ന ലഹരി പിടിപ്പിക്കുന്ന സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യുകയാണ് പലരും. സകലരും ഉറക്കെ വർത്തമാനം പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ശബ്ദകോലാഹലം കൊണ്ട് ചെവി കേട്ടുകൂടാ. വായുവിൽ മൂടൽമഞ്ഞിനേക്കാൾ കട്ടിയിൽ പുക തങ്ങി നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പരുങ്ങുന്നതിനിടയിൽ ആരോ കയ്യിൽ തൊടുന്നു. തൊട്ടടുത്ത് മേശയ്ക്കലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പെൺകിടാവാണ്. വൃത്താകൃതിയിലുള്ള വലിയ മഞ്ഞ കണ്ണടയിലൂടെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുന്നു, ടാനി പോപ്പർ? നോ, ഞാൻ വിൽക്കുന്നു. ജസ്റ്റ് മേക്കിംഗ് ദി സീൻ. അവൾ അടിമുടി തന്നെ നോക്കുന്നു. കിളിത്തൂവൽ കൊണ്ട് എക്കിളിയാക്കുന്ന പോലെയുള്ള നോട്ടം. കീറിയ മഞ്ഞ സ്വെറ്ററിൽ എഴുതി വച്ചിരിക്കുന്നു, ലവ് മീ. യു ഓക്കെ? കമോൺ. അവൾ കസേരയിൽ ഓരം ചേർന്നിരുന്ന് പാതി സ്ഥലം ഒഴിവാക്കി തരുന്നു. ഇരിക്കാൻ ക്ഷണിക്കുകയാണ്. താൻ സംശയിച്ചു നിൽക്കുന്നു. സിറ്റ് ഡൗൺ മാൻ. അവൾ കൈപിടിച്ചു വലിക്കുന്നു. ഹിയർ വി ഷെയർ എവറിത്തിങ്. തൻ്റെ മുതുകത്തെ ഭാണ്ഡം താഴെ ഇറക്കി വെച്ച് ചിതറിയ മുടി ഒതുക്കുന്നതിനിടയിൽ ചുറ്റുമൊന്ന് നോക്കുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല. ഭാഗ്യം. കസേരയുടെ വക്കത്തിരിക്കുന്നു. ശങ്കത്ത് ഒരാത്ത മട്ടിൽ അവൾ വാരിക്കലൂടെ കൈയിട്ട് ശരീരത്തോടെ ചേർത്തിരുത്തുന്നു. അവളുടെ ഉടലിന് വിയർപ്പിൻ്റെയും കഞ്ചാവിൻ്റെയും പിന്നെ പലതിൻ്റെയും ഗന്ധമുണ്ട്. കുളിച്ചിട്ട് കുറേ നാളായിരിക്കും. താൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള തരക്കാരിയല്ല. അവരൊക്കെ വില പിടിച്ച പുതിയ വസ്ത്രം ധരിച്ച പെർഫ്യൂം പൂശിയ വർഗക്കാരായിരുന്നു. പോണിറ്റയിൽ വെച്ച് മാർഗ്രറ്റ്, വെളുത്തു തൊടുത്ത എലീനർ, അരനാഴിക അകലെ നിന്നേ ഓഡിക്കോളോൺ മണക്കുന്ന കിറ്റി. ഇതാ തിന്നോളൂ. അവൾ സ്വന്തം പിഞ്ഞാണം എൻ്റെ മുമ്പിലേക്ക് നീക്കിവെക്കുന്നു. അവളുടെ കുപ്പായത്തിൻ്റെ കയ്യിൽ തൂങ്ങുന്ന കൊച്ചു പിച്ചളമണികൾ ശബ്ദിക്കുന്നു. നാണിക്കണ്ട. എതിരേഴ് നിറച്ചു ഭക്ഷിക്കുന്ന നീഗ്രോ യുവാവ് തടിച്ച ചുണ്ടുകൾ മലർത്തി. വെളുത്ത പലകപ്പല്ലുകളും കറുത്ത മേൽത്തൊണ്ണയും പുറത്തുകാട്ടി സൗഹൃദഭാവത്തിൽ ചിരിക്കുന്നു. സ്വന്തം കിണ്ണത്തിൽ നിന്ന് ഒരു കോഴിക്കാലെടുത്ത് നീട്ടുന്നു. ഈറ്റ്. സംശയിച്ചിരിക്കുന്നതിനിടയിൽ അവൾ ഫോർക്ക് കൊണ്ട് ഒരു തക്കാളിത്തുണ്ടം കുത്തിയെടുത്ത് തൻ്റെ വായിൽ തരുന്നു. അമ്മയെപ്പോലെ വാത്സല്യം വഴിയുന്ന പുഞ്ചിരി തൂകുന്നു. അവൾക്ക് 20-25 കാണും പ്രായം. നീണ്ട മുഖവും ഉയർന്നു വളഞ്ഞ മൂക്കും. കണ്ടാൽ യൂദത്തിയാണെന്ന് തോന്നുന്നു. തിന്നു, അവൾ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇവിടെ എല്ലാം പങ്കുവെച്ച് അനുഭവിക്കുന്നു. അവൾ കൈവിരലുകൾ കൊണ്ടാണ് തിന്നുന്നത്. ഇടയ്ക്കിടെ വിരലുകൾ നക്കുന്നു. അടുത്ത മേശപ്പുറത്ത് നിന്ന് യഥേഷ്ട സാധനങ്ങൾ എടുക്കുന്നു, തികഞ്ഞ സ്വാതന്ത്ര്യത്തോടെ. ആരും തടുക്കുന്നില്ല. ഭക്ഷണം കഴിഞ്ഞ് ഒന്നിച്ചു പുറത്തിറങ്ങുമ്പോൾ കാലുറ കീശയിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കൊളുത്തുന്നു. കഞ്ചാവിൻ്റെ നറുമണമുയരും. പരീക്ഷിക്കുന്നോ? അവൾ പാതി വലിച്ച സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തരുന്നു. താൻ നീട്ടി വലിക്കുന്നു. വലിയ ഉഗ്രനല്ല, എങ്കിലും ഭക്ഷണത്തിൻ്റെ മീതെ പുക ചെല്ലുന്നതൊരു സുഖം തന്നെ. പോരാങ്കിൽ ജയിലിൽ നിന്ന് പോന്ന ശേഷം ആദ്യത്തേതാണ്. വഴിക്ക് വെച്ച് ഒരു ചെറുപ്പക്കാരൻ തോളിൽ സ്പർശിച്ചു. തടുത്തു നിർത്തുന്നു. ചുണ്ടത്തു നിന്നും സിഗരറ്റ് എടുക്കുന്നു. 5-6 വട്ടം നീട്ടി നീട്ടി വലിക്കുന്നു.
കുറ്റി അവളുടെ വായിൽ തിരികെ കൊടുക്കുന്നു. ഒന്നും അറിയാത്ത മട്ടിൽ നടന്നകലുന്നു. കണ്ടില്ലേ, അവൾ ചിരിക്കുന്നു. സ്വാർത്ഥതാബോധം ഇവിടെയില്ല. സ്വാർത്ഥതയാണ് കുഴപ്പങ്ങളുടെ ബീജം. ശരിയായ ആദർശം വിശ്വപ്രേമമാണ്. ശരിയാണെന്ന് തലകുലുക്കി. അതെ, എൻ്റെ എന്ന ബോധമാണ് എല്ലാ കുഴപ്പങ്ങളുടെ അടിസ്ഥാനം. അത് മത്സരത്തിലേക്ക് നയിക്കുന്നു, മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു, രാഷ്ട്രങ്ങളെയും. സ്വാർത്ഥത നശിച്ചേ ലോകം നേരെയാവൂ. ലോകത്തെയും ലോകരെയും കറതീണ്ടാത്ത വിശ്വപ്രേമത്തിൽ മുഴുക്കണം. പ്രേമം വിവേചനമില്ലാത്ത, പരിധിയില്ലാത്ത, സർവ്വവ്യാപിയായ പ്രേമം പല നാൽക്കവലകളും കടന്ന് ഇടുങ്ങിയ ഒരു തെരുവിലേക്ക് തിരിയുന്നു. പഴക്കം ചെന്ന 2 കൂറ്റൻ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള കുടുസായ നടവഴിയിലേക്ക് ചവിട്ടുകല്ലിറങ്ങുന്നു. അഴുക്കുചാലിൻ്റെ നാറ്റം മൂക്കു തുളച്ച് കയറുന്നു. കടലാസും പഴത്തൊലിയും തുണിക്കഷ്ണങ്ങളും ചിതറിക്കിടക്കുന്ന നടവഴിയുടെ അറ്റത്തെത്തുമ്പോൾ ബേസ്മെന്റിലേക്ക് കടക്കുന്നു. വെളിച്ചം കുറഞ്ഞ ഇടനാഴിയിലൂടെ തല കുനിച്ച് നടന്ന് ചെറിയൊരു മുറിയിലേക്ക് പ്രവേശിക്കുന്നു. കത്തിച്ച സുഗന്ധദ്രവ്യങ്ങളുടെ പുകയും മണവും മുറ്റി നിൽക്കുന്ന കൊച്ചുമുറി. ഇതാണ് സ്ഥലം. അവൾ ഒരു മൂലയ്ക്കിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ഇടം പിടിച്ചോളൂ തൽക്കാലം. ഭാണ്ഡമിറക്കി വെച്ച് ചുവരി ചാരിയിരിക്കുന്നു. പകപ്പോടെ ചുറ്റും നോക്കുന്നു. മറ്റേതോ ലോകത്തിലെത്തിയ പോലെ. ജീർണിച്ച അഴുക്ക് കയറിയ ചുമരുകളിൽ നിറയെ കടലാസിൽ വരച്ച സൈക്കഡലിക് ചിത്രങ്ങൾ. ജനൽപ്പടിയിൽ ഓട്ടുവിളക്കുകളും പ്രതിമകളും അടക്കം പഴയ കൗതുക വസ്തുക്കൾ. ചുവരരികിൽ പുസ്തകങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു. സമീപത്ത് ഒരോട്ടുപാത്രത്തിൽ എന്തോ പുകയുന്നു. സുഗന്ധദ്രവ്യമാകണം. സിഗരറ്റ് കുറ്റികളും ഓറഞ്ച് തൊലികളും ചിതറിക്കിടക്കുന്ന നിലത്ത് 1/2 ഇഞ്ച് കനത്തിൽ പൊടി കാണും. പാതി തെറുത്ത ഒരു കിടക്കയിൽ ചുമരി ചാരിയിരുന്ന് എന്തോ വായിക്കുകയാണ് തടിച്ച ഒരു മധ്യവയസ്കൻ. ഈ പ്രായക്കാരും ഇടയ്ക്കിടെ ഒരു ഇന്ത്യൻ ഹുക്കയിൽ നിന്നും റബ്ബർ കുഴലിലൂടെ പുകവലിക്കുന്നതുമുണ്ട്. നിക്കർ മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. കഴുത്തിൽ വലിയ പതക്കം തൂക്കിയ പാശിമാലയുണ്ട്. തലയിൽ ഒരു കൊത്തു പൂക്കളും. അപ്പുറത്ത് റെക്കോർഡ് പ്ലെയറുണ്ട്, കുറേ റെക്കോർഡുകളും. അവൾ ഒരു റെക്കോർഡ് എടുത്ത് പാടിക്കുന്നു. ദ്രുതതാളത്തിലുള്ള വാദ്യസംഗീതം. അവൾ കാലുകൊണ്ട് താളം പിടിക്കുന്നു. കൈകൊട്ടി ഉറക്കെ വിളിച്ചു പറയുന്നു, കം ലെറ്റസ് ജായ്. അവൾ മധ്യവയസ്കന്റെ കൈപിടിച്ചു വലിക്കുന്നു. കം പപ്പാ, ഡോൺ ബഗ് മീ മാൻ. അയാൾ കൈപിടിവയ്ക്കുന്നു. അവൾ തിരിഞ്ഞു തന്നെ സമീപിക്കുന്നു. കം. താൻ എഴുന്നേൽക്കുന്നു. അവളുടെ കൈ കോർത്തു പിടിച്ചു. നൃത്തം ചെയ്തു. ഇടക്കണ്ണിട്ട് മധ്യവയസ്കനെ നോക്കിക്കൊണ്ട്, അയാളെ സ്വൈര്യം കെടുത്തുകയല്ലേ? ആവാം, പക്ഷേ അയാൾക്ക് അങ്ങനെ ഒരു ഭാവമേയില്ല. ഒന്നും അറിയാത്തതുപോലെ ഗ്രഹങ്ങളുമായി സല്ലപിക്കുന്നു. നൃത്തം പിരിമുറുകിയപ്പോൾ കോർത്തുപിടിച്ച കൈ വിടുന്നു. ചലനങ്ങളുടെ വേഗത വർദ്ധിക്കുന്നു. നൃത്തം വെറും കലിതുള്ളലാവുന്നു. അതോടെ ബോധാവസ്ഥയിൽ നിന്ന് അകന്നകന്നു പോകുന്നു. കഞ്ചാവ് തലയ്ക്ക് പിടിച്ചു തുടങ്ങിയിരിക്കണം. സംഗീതത്തിന് മുൻപൊരിക്കലും തോന്നിയിട്ടില്ലാത്ത മാദകത്വം അനുഭവപ്പെടുന്നു. ഓരോ സ്വരവും ആത്മാവിൽ ആഴ്ന്നിറങ്ങുന്നു. സിരകളിൽ ലഹരി കയറുന്നു. കാലും കൈയും താനേ ചലിക്കുന്നു. ഉടൽ നിയന്ത്രണം വിട്ടുലയുന്നു. ക്രമേണ നിലത്തു നിന്നുയരുന്നു. പറന്ന് പറന്ന് പുതിയൊരു ലോകത്തിലെത്തുന്നു. സ്വപ്നങ്ങളുടെ വർണ്ണോജ്വലമായ ലോകം. വായുവിൽ നീന്തിക്കളിക്കുന്നു. ഊഷ്മളമായ സൗരഭ്യം പരത്തുന്ന പുക പോലെയുള്ള മേഘങ്ങളിൽ തളർന്നു വീഴുന്നു. ജലധാരായന്ത്രത്തിന്റെ ശീകരങ്ങളേറ്റു വിശ്രമിക്കുന്നു. ഉറങ്ങിത്തുടങ്ങിയോ? കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. നഗ്നമായ അരക്കെട്ടുകൾ തമ്മിൽ പിണഞ്ഞ് ചൂടുള്ള നിശ്വാസം തോളത്തേൽക്കുന്നുണ്ട്. ഞെട്ടി പിൻവലിഞ്ഞു കാലുറയുടെ ബട്ടനുകൾ ഇടുന്നു. അവളുടെ നനുത്ത മഞ്ഞക്കുപ്പായം തുടമൂടും വണ്ണം ഇറക്കിയിടുന്നു. പാവം, നല്ല ഉറക്കമാണ്. മുറിയിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന സത്യം ഓർമ്മ വരുന്നു. ഞടുക്കത്തോടെ മധ്യവയസ്കനെ നോക്കുന്നു. അയാൾ വായനയിൽ മുഴുകിയിരിക്കുകയാണ്. ഒന്നും അറിഞ്ഞ ഭാവമില്ല. എങ്കിലും തനിക്ക് അടക്കാനാവാത്ത ചാള്യത തോന്നുന്നു. തൊലി കിഴിഞ്ഞു പോകുന്നത് പോലെ. ഒരൊറ്റ കുതിപ്പിന് ഭാണ്ഡം തൂക്കിയെടുത്ത് പുറത്തു കിടക്കുന്നു. നിഴലുകൾ നീണ്ടു തുടങ്ങിയ തെരുവിലൂടെ കുറേ ദൂരം നടന്നു കഴിയുമ്പോഴാണ് ഓർക്കുന്നത്, അവളുടെ പേരെന്തെന്നുകൂടി ചോദിച്ചില്ലല്ലോ. തിരിഞ്ഞു നടക്കാൻ വേണ്ടി പെട്ടെന്ന് നിന്നു കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത്. താൻ സാൻ ഫ്രാൻസിസ്കോയിലല്ലല്ലോ. അശോകന്റെ പടി കടന്ന് കുറച്ചു ദൂരം പോന്നു കഴിഞ്ഞിരിക്കുന്നു. തിരിഞ്ഞു നടന്നു. പച്ചിലച്ചാർത്തിലൂടെ പൊഴിയുന്ന വെയിൽ ചൂടായി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും
അന്തരീക്ഷത്തിൽ സുഖകരമായ കുളിരുണ്ട്. 1500 അടി ഉയരത്തിലാണല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രണ്ടാം ഭാഗത്തിൻ്റെ പകുതിക്ക് വെച്ച് ഞാൻ നിർത്തുകയാണ്. അടുത്ത പകുതി അടുത്ത വായനയിലാകാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വേഗം തന്നെ വരാം. താങ്ക് യു.